നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും നല്ല ഫുഡി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ മകനാണ്. നമ്മൾ ശങ്കരൻ എന്ന് വിളിക്കും. അപ്പോൾ കഴിഞ്ഞ വെക്കേഷൻ യാത്രയിൽ ശങ്കരന് പറ്റിയ ഒരു അമളിയുണ്ട്. അത് ഒരു അമളിയാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ഒരുപാട് പാഠം ഞങ്ങൾ, ഞാനും ശങ്കരനും ഞങ്ങൾ കൂടെയുള്ള ആൾക്കാരും പഠിച്ചു. ആ പാഠം നിങ്ങൾ കൂടെ ഇപ്പോൾ ഷെയർ ചെയ്യാം. ഞങ്ങൾ മൈസൂരായിരുന്നു കഴിഞ്ഞ തവണത്തെ യാത്ര. അപ്പോൾ ശങ്കരൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സാധനവും ട്രൈ ചെയ്യണം. അവൻ പറയുന്നത് എല്ലാ സാധനവും കഴിക്കാനുള്ളതാണ്, അതെല്ലാം ടേസ്റ്റ് ചെയ്യണം, ട്രൈ ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ് ശങ്കരൻ്റേത്. പിന്നെ ഹീസ് എ കൈൻഡ് ഓഫ് ഒരു ലിറ്റിൽ ഷെഫാണ്. അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവൻ തന്നെ ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നു ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ ചപ്പാത്തിയും കറിയൊക്കെ അവൻ നമ്മുടെ ഒരു ഫാമിലിക്ക് ആവശ്യമായ ചപ്പാത്തിയും കറിയൊക്കെ അവൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. അവൻ അതായത് നമ്മുടെ കോവിഡിൻ്റെ സമയത്തല്ല, അതവൻ ഇഷ്ടമാണ്, നമ്മളത് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പക്ഷെ മൈസൂർ എത്തിയ സമയത്ത് ഒരു സ്പെഷ്യൽ എന്തോ ഒരു പേരുള്ള സൂപ്പിൻ്റെ പേര് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. ആ ഒരു സൂപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 1-2 ആൾക്കാർ അത് ഓർഡർ ചെയ്തു. ഞങ്ങൾ കൂടെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, അവർ ഓർഡർ ചെയ്തു അതേ സാധനം തന്നെ. പക്ഷെ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നമ്മളത് മാറ്റി വെച്ചു. പക്ഷെ അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ്റെത് കൂടാതെ ഞങ്ങളുടേത് കൂടെ എടുത്ത് അവന് കഴിക്കുകയും ചെയ്തു. ഓക്കെ, സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അവന് വയറ് കംപ്ലീറ്റ് ആയി. ലൂസ് മോഷനാണ്, ഒന്നും കഴിക്കാൻ പറ്റില്ല. അവന് ഭയങ്കര ഓക്കാനും ആകെ പ്രശ്നം. അപ്പോൾ ഏത് ഭക്ഷണം ഉണ്ടെന്നുള്ള ആദ്യം ഓടിയെത്തുന്ന ശങ്കരൻ അന്ന് ആദ്യമായിട്ട് ഞാൻ കേൾക്കുകയാണ് ഭക്ഷണത്തോട് നോ പറയാണ്. അവന് ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, ഒന്നും വേണ്ട. അവൻ ജ്യൂസും കരിക്കിനുമുള്ളതും ജ്യൂസ് കരിക്കുള്ള മാത്രം കുടിച്ച് പോകാം. എന്നിട്ട് അവൻ പറയുകയാണെന്ന് വെച്ചാൽ മൈസൂരിലുള്ള ഭക്ഷണം ഒന്നും റെഡിയല്ല, അല്ലെങ്കിൽ ഒന്ന് എല്ലാം ഇവിടെ ഒരു റെസ്റ്റോറൻറ്റും നല്ലതല്ല എന്നൊരു അഭിപ്രായം ശങ്കരൻ പറയുന്നു. ഇത് കേട്ടുകൊണ്ട് ശങ്കരൻ്റെ അമ്മ, എൻ്റെ ഭാര്യ, അത് എന്ത് ചെയ്യുന്നു, അതിനെ അങ്ങോട്ട് ഏറ്റെടുക്കുന്നു. കൂടെയുള്ള മറ്റ് ഫ്രണ്ട്സ് അത് ഏറ്റെടുക്കുന്നു. അത് മൈസൂർ മൊത്തം മോശമാണ്, മൈസൂരിലെ റെസ്റ്റോറൻറ്റ്സ് മൊത്തം മോശമാണ്, മൈസൂരിലെ ഫുഡ് മോശമാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ശങ്കര, നമ്മൾ കഴിച്ച ഒരു ഭക്ഷണമാണ് ശരിക്കും മോശമായിട്ടുള്ളത്. അത് ആ ഒരു ഒറ്റ ടേസ്റ്റ്, ബാക്കിയത് കഴിച്ച് വേറെ ഒരാളുടെ ബുദ്ധിമുട്ടില്ല, നിനക്ക് മാത്രമേ ബുദ്ധിമുട്ടുന്നുള്ളൂ. അതിൻ്റെ പേരിൽ നമ്മൾ എല്ലാത്തോടും നോ പറയുന്നത് ശരിക്കും ഒരു നല്ല കാര്യമല്ല. നിനക്കിഷ്ടമുള്ള മറ്റേതെങ്കിലും കാര്യം നമുക്ക് ആദ്യം കഴിച്ചു നോക്കാം. കഴിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് ബാക്കി മുന്നോട്ട് പോകാം. അല്ലാതെ ഇതിങ്ങനെ എല്ലാത്തിനെയും നമ്മൾ അടച്ചാക്ഷേപിക്കുന്നത് ഒട്ടും തന്നെ ശരിയല്ല. അവനത് ശരിയാണെന്ന് തോന്നി. അവന് തോന്നി ഓക്കെ റൈറ്റ്. അതിനുശേഷം ഒരു കടയിൽ പോയിട്ട് അവന് ഇഷ്ടമുള്ള ദോശ, ഇഡ്ഡലി അങ്ങനെ എങ്ങാണ്ട് നമ്മൾ വാങ്ങിക്കഴിച്ചു. അവൻ ഹാപ്പിയായി. ഗ്രാജുവലി എല്ലാവരും ഹാപ്പിയായി. നമ്മൾ പലപ്പോഴും ഇത്തരത്തിൽ ഒരു ജനറലൈസ് ചെയ്യുന്നൊരു നോ ഉണ്ടാകാറുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ പഠിത്തത്തിനെ കുറിച്ചായിരിക്കും, ചിലപ്പോൾ ബിസിനസ് ട്രെയിനിങ് എല്ലാം മോശമാണ്, അല്ലെന്നുണ്ടെങ്കിൽ അക്കൗണ്ടൻസ്മാരെല്ലാം മോശമാണ്, അല്ലെന്നുണ്ടെങ്കിൽ പുതിയ ജെൻസി പിള്ളേരൊക്കെ മോശമാണ്. ഇതെല്ലാം നമ്മൾ ജനറലൈസ് ചെയ്യുന്ന ഒരു നോ, അത് ആക്ച്വലി ശരിയല്ല. നമുക്ക് ഏതോ ഒന്നിനോടാണ് പ്രശ്നം, ആ ഒന്ന് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ക്ലാരിഫൈ ചെയ്യാൻ, ആ പ്രശ്നം ഒഴിവാക്കാതെ എല്ലാത്തിനെയും ജനറലൈസ് ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്ക് മാറ്റണം. ഞാനത് മാറ്റി, നിങ്ങളത് മാറ്റണം. എവിടെയാണ് പ്രശ്നമെന്ന് കണ്ടെത്തി അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതിലാണ് ഒരു യഥാർത്ഥ ലീഡറിൻ്റെ കഴിവുള്ളത്. എല്ലാം പ്രശ്നമാണെന്ന് പറയാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ ഒരു ലീഡറിന് മാത്രമേ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി അത് പരിഹരിക്കാൻ പറ്റൂ. അങ്ങനെയാണ് ലീഡേഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്കും നല്ലൊരു ലീഡറാകും